ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിതത്തിലെ ദുർദിവസങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടദിവസങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാതെ പോകരുത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലാണ്, അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കണം, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കണം. അപ്പം ഉറച്ചു നിൽക്കണമെങ്കിൽ ദുർദിവസങ്ങളെക്കുറിച്ച് അറിയണം, ദുർദിവസങ്ങളിൽ എതിർത്ത് നിൽക്കണം. എന്താണ് സത്യത്തിൽ ദുർദിവസങ്ങൾ? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്ന ദുർദിവസങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലമെന്ന് പറയുന്നത് സംഘടിതമായ പൈശാചിക ലോകത്തിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഒരാത്മീയൻ്റെ നേരെ, പ്രാർത്ഥിക്കുന്നവനാണെങ്കിലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിലും വിശ്വാസത്തിൻ്റെ ജീവിതം നയിക്കുന്നവനാണെങ്കിലും ആ വ്യക്തിക്ക് നേരെ പൈശാചിക സാമ്രാജ്യത്തിൻ്റെ സംഘടിതമായ ആക്രമണം അതുകൊണ്ട് അത് പ്രതീക്ഷിച്ചാലേ പറ്റത്തുള്ളൂ. ഇതൊരിക്കലും നമ്മൾ അറിയാതെ പോകരുത്. എന്തിനാണ് ഈ ദുർദിവസങ്ങളെക്കുറിച്ച് അറിയേണ്ടുന്നത്? ഇതറിഞ്ഞിട്ട് വേണം എതിർത്ത് നിൽക്കേണ്ടത്. എതിർത്ത് നിൽക്കണമെന്നാണ് പറയുന്നത്. എതിർത്ത് നിൽക്കണമോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. നമ്മളെല്ലാവരും എതിർത്ത് നിന്നേലേ പറ്റത്തുള്ളൂ. എതിർത്ത് നിന്ന് ഈ ദിവസങ്ങളെ നമ്മൾ തരണം ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒടുവിൽ നമ്മൾ പിടിച്ചു നിൽക്കണം. ഇത് നമ്മളെല്ലാവരും വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പൈശാചിക അതിരുകളെ എങ്ങനെയാണ് ഭേദിക്കേണ്ടത് എന്നുള്ളത് ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. ഒത്തിരി പേർക്ക് ആ വീഡിയോ അനുഗ്രഹമായി തീർന്നു. അതിനോട് ചേർന്ന് തന്നെയുള്ള ആത്മീക പോരാട്ടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മെസ്സേജാണ് ഇന്നത്തെ ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ ഗൗരവമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ കർത്താവ് നമ്മളേവരെയും സഹായിക്കട്ടെ. ചിലരൊക്കെ ഇങ്ങനെയുള്ള ദുർദിവസങ്ങളിലൂടെ കടന്നു പോയവരായിരിക്കാം, ചിലർ പോയിക്കൊണ്ടിരിക്കുന്നവരാകാം. ചിലർ ചോദിക്കും, ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും ആരാധിച്ചിട്ട്, ഇത്രയും ദൈവത്തെ സേവിച്ചിട്ട് എന്താണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ചിലപ്പോൾ ബൈബിൾ പറയുന്ന ദുർദിവസങ്ങളിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്, ഈവിൾ ഡേയ്സ്. അതായത് ഈ ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാക്യം ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും അവർ കടന്നു പോകേണ്ടുന്ന ചില ദിവസങ്ങളാണ്. ഇത് പൗലോസ് അപ്പോസ്തലൻ അവിടെയുള്ള ആളുകളോട് ഈ കാര്യം പറയുമ്പോൾ, ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, ഒടുവിലായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഒരു 3-4 എപ്പിസോഡായിട്ട് ഈ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന ചില ആത്മീക ചിന്തകളെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ എന്താണ് ഈ ദുർദിവസങ്ങൾ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും ആത്മീയരാണെങ്കിലും വിശ്വാസ ജീവിതം നയിക്കുന്നവരാണെങ്കിലും ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, ഒരു ചുവട് പോലും മുൻപോട്ട് വെക്കാൻ കഴിയാത്ത ചില ദിവസങ്ങൾ, ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ദിവസങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പറഞ്ഞിരിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് പൈശാചിക ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുക. ദെയർഫോർ, അപ്പം ആ വാക്യമെന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് പിന്നിലെ ചില വാക്യങ്ങളുടെ തുടർച്ചയാണ്. സാധാരണ നമ്മൾ ഈ ബൈബിൾ പഠിക്കുമ്പം ബൈബിളിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഒരു വാക്യം എടുക്കുമ്പോൾ ആ വാക്യം ഏത് പശ്ചാത്തലത്തിലാണ് എഴുതിയത്, ആ പുസ്തകം എഴുതിയിരിക്കുന്ന പശ്ചാത്തലം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കണം. ഒടുവിലായി ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒടുവിലത്തെ കാര്യം എന്നാണത് പറയുന്നത്. ഒടുവിൽ ചെയ്യേണ്ടുന്ന കുറച്ചധികം കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അത് നമ്മൾ പിന്നീട് അടുത്ത 2-3 ഭാഗങ്ങളിൽ ഇതുമായിട്ട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം. എന്താണ് ഈ ദുർദിവസങ്ങൾ എന്ന് പറയുന്നത്? ദുർദിവസങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ദുർദിവസങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ദുർദിവസങ്ങളിൽ എതിർത്ത് നിൽക്കേണ്ടത് എങ്ങനെയാണെന്നും, എതിർത്ത് നിന്നെങ്കിൽ മാത്രമേ സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. പലരും ഇറങ്ങിത്തിരിച്ച പലരും ഉറച്ചു നിൽക്കാൻ കഴിയാതെ ഫോണിലൊക്കെ വിളിക്കുന്നവരുടെയൊക്കെ അവരുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് നിരന്തരമായിട്ട്.
പക്ഷേ നമ്മൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ തിരിച്ചറിയുക, ഇത് വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ആ ഒരു ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴുള്ള ഒരു റിയാലിറ്റിയാണ് ഇങ്ങനെയൊക്കെയുള്ള ചില ദുർദിവസങ്ങൾ, സമയങ്ങൾ. ചിലർ പറയത്തില്ലേ എന്തുവാ പ്രശ്നങ്ങളുടെ പെരുമഴയാണെന്ന്. സത്യമാണ്. ചില സമയങ്ങൾ അങ്ങനെയുള്ള ചില സമയങ്ങളുണ്ട്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സംഘടിതമായ പൈശാചിക ശക്തികൾ നമുക്കെതിരെ ആക്രമിക്കുക. ഒന്നല്ല, കഷ്ടതകൾ മാറി മാറി വരിക, രോഗങ്ങൾ നിത്യമായി വരിക, പ്രാർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലെത്തുക, ഒരു ചുവട് പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വരിക. ആ സാഹചര്യങ്ങളിൽ പാസ്റ്റർമാരെല്ലാം കള്ളന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും പിന്തിരിഞ്ഞു പോകാനല്ല. ആ സമയങ്ങളിൽ നമ്മളെ വിളിച്ചതാരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഇത് ലോകത്തോടും പാപത്തോടും പിശാചിനോടുമുള്ള ഒരു വലിയ പോരാട്ടക്കളത്തിലാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പിന്നിലെ ദൈവോദ്ദേശം മനസ്സിലാക്കി ദൈവത്തിൻ്റെ സഹായത്തോടുകൂടി സർവായുധവർഗം എടുത്തുകൊണ്ട്, നമ്മുടെ സർവായുധവർഗമല്ല, ദൈവത്തിൻ്റെ സർവായുധവർഗം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഈ ദിവസങ്ങളെ നേരിട്ടേലേ പറ്റത്തുള്ളൂ. ചെങ്കടലിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ ഇസ്രായേലിനോട് ഒക്കെ യഹോവയാം ദൈവം മോശയോടൊക്കെ അരുളി ചെയ്ത വാക്കുകളാണ് അല്ലേ. ഉറച്ചു നിൽക്കണം, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന രക്ഷ കാണണം. മോശയുടെ വാക്കുകളാണത്. യോശുവയോട് പറഞ്ഞു, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നമ്മുടെ ഉറപ്പ് നഷ്ടപ്പെടുത്തുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ഉറച്ചു നിൽക്കണം. വിജയം സുനിശ്ചിതമാണ്. പക്ഷെ എങ്ങനെയാണ് ആ വിജയത്തിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ദുർദിവസങ്ങളിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കും. ഈ ദുർദിവസങ്ങളെ നേരിടണമെങ്കിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും സ്വയം ശക്തിപ്പെടണം. നമ്മൾ വിചാരിക്കുന്നത് ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു, എൻ്റെ തലയിലൊന്ന് കൈവച്ച് എന്നെ ഒന്ന് നിഗ്രഹിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഈ പ്രശ്നങ്ങളൊന്നും മാറിയേനെമായിരുന്നു. നല്ലതാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ തലയെ നല്ല ദൈവദാസന്മാർ കൈവെക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് സ്വയം ശക്തിപ്പെടേണ്ടുന്ന ചില മേഖലകളുണ്ട്. സ്വയമായി ദൈവകൃപയിൽ മുന്നേറേണ്ടുന്ന ചില മേഖലകളുണ്ട്. അതെല്ലാം ഈ ദുർദിവസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതൊരു ഇൻട്രോഡക്ടറി പാർട്ട് ആയതുകൊണ്ട് നമ്മൾ വളരെ വേഗത്തിൽ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് ഈ ദുർദിവസങ്ങൾ, ഈവിൾ ഡേയ്സ് എന്ന് പറയുന്നത്? ഈ ദുർദിവസത്തെക്കുറിച്ച് ഞാൻ വായിക്കുകയും പഠിക്കുകയും ദൈവസന്നിധിയിൽ ഇരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ മനുഷ്യ ജീവിതത്തിലെ ദുർദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലാണ്. ആ വാക്യങ്ങൾ വളരെ മനോഹരമായ വാക്യങ്ങളാണ്. അവിടെ അദ്ദേഹത്തിന് ദൈവം അപാരമായ ജ്ഞാനം ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. നമുക്കറിവുള്ളതാണല്ലോ, മറ്റാർക്കും കൊടുക്കാത്ത, അദ്ദേഹത്തിന് സമനായി ആരും ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പം ദൈവികമായ ജ്ഞാനം ദൈവം അദ്ദേഹത്തിന് നൽകി കൊടുത്തപ്പോൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെക്കുറിച്ചുമുള്ള ആഴമായ അറിവ് തനിക്കുണ്ടായി. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഈ അറിവെല്ലാം ഉണ്ടായിട്ടും അറിവ് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടില്ലെന്ന് നമ്മൾ ഓർക്കണം. അതായത് ദൈവത്തിന് ഒടുവിൽ തൻ്റെ പ്രവർത്തികളിൽ വേദനയായി. ഇപ്പം അറിവ് വേണം, നല്ലതാണ്. പക്ഷേ അതിനോടൊപ്പം ദൈവം പറയുന്നത് അനുസരിക്കാനുള്ള ഒരു മനസ്സും ഒരു സമർപ്പണവും ദൈവസന്നിധി താഴ്മയും എളിമയും ഒക്കെ നമുക്കുണ്ടാകണം. അപ്പം ശലോമോൻ ഈ ദുർദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കണം. എത്ര വ്യക്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. 2, ദുർദിവസങ്ങൾ നിനക്ക് വരും എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന കാലം വരും. അതായത് ശലോമോൻ പറഞ്ഞ ദുർദിവസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ യൗവനം കഴിയുമ്പോൾ തുടങ്ങുന്ന ആ ഒരു വാർദ്ധക്യത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ്. ആ ദുർദിവസമാണ്. പക്ഷേ എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ദുർദിവസം ശലോമോൻ പറയുന്ന ദുർദിവസം പോലെയുള്ളൊരു ദുർദിവസമല്ല. അപ്പോൾ ശലോമോൻ പറയുന്ന ദുർദിവസം എന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ഈ പുതിയ നിയമത്തിലെ എഫേസ്യ ലേഖനത്തിലെ ദുർദിവസങ്ങൾ എന്താണ് എന്നുള്ളതിലേക്ക് നമുക്ക് പോകാൻ. ശലോമോൻ പറയുന്ന ദുർദിവസം എന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടാത്ത,
യൗവനകാലം കഴിയുമ്പോൾ ഉള്ള ദിവസമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എനിക്കിഷ്ടമല്ല എന്ന് നീ പറയുന്ന ഒരു കാലം. രണ്ട് കാലമാണ്. ഒന്ന് യൗവനകാലവും, രണ്ട് ദുർദിവസങ്ങളുടെ കാലം. ഈ ദുർദിവസങ്ങളുടെ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? 2, 3, 4, 5 ഈ 4 വാക്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ ആ ദുർദിവസങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒന്ന്, 2ാമത്തെ വാക്യത്തിൽ സൂര്യനും ചന്ദ്രനും പ്രകാശം, ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോകുന്ന ദിവസം. അതാണ് ആ ഒരു ദിവസം എന്ന് പറയുന്ന ദിവസം. അപ്പം അതായത് കാഴ്ചയൊക്കെ കുറയുന്ന, ഒന്നിനോടും താല്പര്യമില്ലാത്ത, അല്ലേ? ഒരു പണ്ടൊരാൾ പറഞ്ഞതുപോലെ 35 വയസ്സ് വരെ മുൻപോട്ടാണ് യാത്ര, 35 കഴിയുമ്പോൾ പിന്നിലോട്ടാണ് യാത്ര. അപ്പം മുട്ടിന് വേദനയായി, കൈകാലുകൾക്ക് പൊളപ്പായി, ഇരിക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റുന്നില്ല. പണ്ടത്തെ പോലെ ഒക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് പറ്റുന്നില്ല. അപ്പം അതാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ ഇരുണ്ടു പോകുന്ന, ഒന്നിനോടും താല്പര്യമില്ലാത്ത, ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ കുറയുന്ന ആ യൗവനകാലത്തിൻ്റെ തിളക്കവും ഊർജവുമൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങുന്ന ഒരു ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടം. ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് ദുർദിവസം എന്ന് പറയുന്നത്. അടുത്തത്, മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യുന്നതിന് മുൻപുള്ള ദിവസം തന്നെ. അതായത് ക്ലൗഡ്സ് റിട്ടേൺ ആഫ്റ്റർ ദ റെയിൻ. മഴയ്ക്ക് ശേഷം വീണ്ടും മേഘങ്ങൾ വരുന്നു. അതായത് ഒരു കഷ്ടം മാറുമ്പോൾ അടുത്ത കഷ്ടം വരുന്നു, ഒരു പ്രതിസന്ധി മാറുമ്പോൾ അടുത്ത പ്രതിസന്ധി വരുന്നു. അപ്പം ഇങ്ങനെ മഴമേഘങ്ങൾ മാറി മാറി, ഈ മൺസൂൺ കാലം അങ്ങനെയാണല്ലോ, ഇടവിട്ടിടവിട്ട് വെയിൽ തെളിയുകയും ഇടവിട്ടിടവിട്ട് മഴ പെയ്യുകയും ചെയ്യുന്ന മൺസൂൺ കാലം പോലെ, കേരളത്തിലെ മൺസൂൺ പോലെയുള്ള കഷ്ടതയുടെ ചില കാലങ്ങൾ. അതാണ് 2ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 3ാമത്തെ വാക്യം, വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും, കിളിവാതിലിൽ കൂടെ നോക്കുന്നവർ അന്ധമാകും. അതായത് പല്ലിൻ്റെ എണ്ണം കുറയും, കൈകൾ വിറയ്ക്കും, കാലുകൾ ബലഹീനമാകും, നടു വളയാനായിട്ട് തുടങ്ങും, കിളിവാതിലിൽ കൂടെ നോക്കുന്നവർ അന്ധമാകും, കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയും, തെരുവിലെ കതകുകൾ അടയും, കേൾവി കുറയും, അരയ്ക്കുന്നവരുടെ ശബ്ദം മന്ദമാകും. പണ്ടത്തെ പോലെ ചവയ്ക്കാനും അരയ്ക്കാനൊന്നും പറ്റുന്നില്ല. ഒത്തിരി എക്സ്പ്ലനേഷൻസ് പലതരത്തിൽ അതിന് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടേതായ എക്സ്പ്ലനേഷൻസ് നിങ്ങളവിടെ കൊടുത്തു നോക്കിക്കോ. എന്തായാലും പക്ഷികളുടെ ശബ്ദത്തെങ്കിൽ ഉണരും, പാട്ടുകാരികൾ തളരും. അതായത് രാത്രിയിൽ ഉറക്കം കുറയും. ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നാലും നമുക്ക് പിന്നെ ഉറങ്ങാൻ പറ്റാതെയാകും. വെളുപ്പിനെയൊക്കെ എഴുന്നേക്കാൻ തുടങ്ങും, രാത്രിയിൽ ഉറക്കം കുറയും. ഇതൊക്കെ ഒരു പ്രായം നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ദുർദിവസങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. കയറ്റത്തെ പേടിക്കും, കോൺഫിഡൻസ് ഒക്കെ കുറയും. സത്യമല്ലേ? പണ്ടൊക്കെ 2 വീലറിൽ 70, 80, 90 കിലോമീറ്ററിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നവർ 35, 40 കഴിയുന്നതോടുകൂടി അവർ പതിയെയാകും. കോൺഫിഡൻസുകളൊക്കെ കുറയും, ധൈര്യം കുറയും. പണ്ടത്തെ പോലുള്ള എടുത്തിയാട്ടമൊന്നും ഇപ്പം നടക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. വഴിയിൽ ഭീതികളുള്ളതായി തോന്നും, ബദാംവൃക്ഷം പൂക്കും, മുടി നരയ്ക്കാനായിട്ട് തുടങ്ങും, തുള്ളൻ ഇഴഞ്ഞു നടക്കും. ദ ഗ്രാസ് ഹോപ്പർ ഡ്രാഗ്സ് ഹിംസെൽഫ് എലോൺ. അതായത് ഗ്രാസ് ഹോപ്പർ ഡ്രാഗ്സ് ഹിംസെൽഫ് എലോൺ എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മളും ഇഴഞ്ഞു നടക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. രോചനക്കുരു ഫലിക്കാതെ വരും. ദ ക്യാപ്പർബെറി ഈസ് ഇൻഎഫക്റ്റീവ്. ക്യാപ്പർബെറിയെക്കുറിച്ച് നാട്ടിൽ പറഞ്ഞത് മനസ്സിലാകില്ല, അതെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിക്കോ. അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ, മനുഷ്യ ശരീരത്തിൻ്റെ ആസക്തികളൊക്കെ കുറയും, ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമൊക്കെ കുറയും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവിങ്കിലെ കുടം ഉടയും, കിണറ്റിങ്കിലെ ചക്രം തകരും. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റമൊക്കെ വീക്കാകും, സർക്കുലേറ്ററി സിസ്റ്റം, ഹൃദയ ചംക്രമണ വ്യവസ്ഥ, രക്തചംക്രമണ വ്യവസ്ഥകളെല്ലാം ബലഹീനമാകും. അപ്പം ഇതാണ് മനുഷ്യജീവിതത്തിൻ്റെ ദുർദിവസങ്ങളെന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞ ദുർദിവസങ്ങൾ. എന്നാൽ എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്ന ദുർദിവസങ്ങൾ ഒരു പ്രായം കഴിയുമ്പോഴുണ്ടാകുന്ന ദുർദിവസങ്ങളല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക.
ഈ ദുർദിവസങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു വിശ്വാസിയും, പ്രസംഗിക്കുന്ന ഞാനും ഈ ദൈവവചന ശുശ്രൂഷ അറ്റൻഡ് ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് നിത്യവും തിരുവചന ശുശ്രൂഷ കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, എഫേസ്യ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഠിച്ചാൽ എഫേസ്യ ലേഖനം ലേഖനങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലേഖനങ്ങളുടെ റാണി അല്ലെങ്കിൽ രാജ്ഞി എന്നറിയപ്പെടുന്ന എഫേസ്യ ലേഖനം അതിമനോഹരമായ ഒരു ലേഖനമാണ്. 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. വി ആർ ഓൾറെഡി ബ്ലസ്ഡ് എന്ന്. നമുക്കതെല്ലാം സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. 1. 2, അതിൻ്റെ തൊട്ടടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു, മുൻനിയമിച്ചു, മുൻനിർണയിച്ചു, ഹിതത്തിൻ്റെ ആലോചന നമ്മളോട് അറിയിച്ചു. അപ്പം ആ വാക്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയട്ടെ, നമ്മളെല്ലാം ദൈവം മുന്നമേൽ കണ്ടതാണ്. ദൈവം കണ്ടതാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട്, എന്നാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒന്ന് ചിന്തിക്കാം. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും. ഞങ്ങളുടെ വീട്ടിൽ വലിയ പ്രശ്നത്തിൽ ഒക്കെ കിടക്കുമ്പം അനേക ദൈവദാസന്മാർ ട്രാക്റ്റുകളും ബൈബിളുകളുമായിട്ട് ഞങ്ങളുടെ വീടുകളിലൊക്കെ വരുമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ അവരെയൊന്നും കയറ്റത്തില്ലായിരുന്നു. ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുമായിരുന്നു. അപ്പം മരണത്തെ മുഖാമുഖം നോക്കുക, പട്ടിണി, പരിവട്ടം, ആത്മഹത്യയല്ലാതെ ജീവിതത്തിൽ വേറൊരു വഴിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ വീടുകളിൽ പ്രാർത്ഥിക്കാനായി ഒരു പ്രതിഫലവും, ഇന്നിപ്പോൾ വിശ്വസിച്ച് പലരെയും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത സാഹചര്യമായി, അത് വേറെ കാര്യം. അപ്പം അന്നൊക്കെ അങ്ങനെയൊക്കെ വരുമായിരുന്നു. അപ്പം എൻ്റെ അപ്പനൊക്കെ ചീത്ത വിളിച്ചിട്ടുണ്ട്, പാസ്റ്റർമാരെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അന്നേരവും അവരെതിരായിട്ടൊന്നും പറയാതെ ഞങ്ങളുടെ വീടുകളിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമായി. അന്ന് പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥമായ ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവരൊക്കെ അവർ പ്രാർത്ഥിച്ച്, അവർ കണ്ണുനീരൊഴുക്കി ഒരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരെയൊക്കെ എൻ്റെ ബാല്യകാലങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ദൈവകൃപയുള്ള ദൈവദാസന്മാരൊക്കെ വീടുകളിൽ കാൽ ചവിട്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ ആ വീടിൻ്റെ അന്ധകാരത്തെ ദൈവം നീക്കുകയാണ്. ദൈവം അയച്ചിട്ട് തന്നെയാണ് അവർ വന്നത്. അപ്പം അതിൻ്റെ പിന്നിൽ ഒരു മുൻ നിയമനമുണ്ടായിരുന്നു, മുൻ നിർണയമുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു നോക്കുക. എത്രയോ നാളുകൾക്ക് മുമ്പ് നമ്മളൊക്കെ മണ്ണോട് മണ്ണായി പോകേണ്ടതാണ്. ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിണറ്റി ചാടിച്ചാകേണ്ടതാണ്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു എന്തായിരുന്നു ദൈവോദ്ദേശം. ദൈവത്തിൻ്റെ വചനം അനേകായിരങ്ങളോട് പ്രസംഗിക്കുക എന്ന് പറയുന്ന ഒരു കോളിങ് നമ്മുടെ മേലുണ്ടായി. ഇതുപോലെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാം ഇന്നും ദൈവം നമ്മളെ ആയുസ്സോടെ ശേഷിപ്പിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഒരു ഉദ്ദേശത്തെ നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. അപ്പം ആ ഉദ്ദേശത്തിലൂടെ വന്നവരാണ്. എഫെസോസിലെ വിശ്വാസികളെക്കുറിച്ച് അത്ര വ്യക്തമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇതെല്ലാം പറയുന്നത്. പക്ഷേ ഇങ്ങനെയെല്ലാം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെങ്കിലും നിങ്ങൾക്ക് ഈ ദുർദിവസങ്ങളിൽ ഒളിച്ചോടാൻ കഴിയില്ല. ആ ദുർദിവസങ്ങൾ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ പ്രിയപ്പെട്ടവർ എന്നെ ഫോണിലൊക്കെ വിളിച്ചിട്ട്, ദൈവദാസനെ, ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? നോക്കുമ്പം ഒരു തെറ്റും ഒരു കുറ്റവും ഒരു കുഴപ്പവും ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദുർദിവസങ്ങളിൽ എതിർത്ത് നിൽക്കണം. റെസിസ്റ്റ്, അല്ലേ? റെസിസ്റ്റ് ഇൻ ദി ഈവിൾ ഡേയ്സ് എന്നാണ്. റെസിസ്റ്റ്, സ്റ്റാൻഡ് ഫേം. ദൈവത്തിന് സ്തോത്രം. ഉറച്ചു നിൽക്കുക. ആമേൻ. എതിർത്ത് നിൽക്കുക. എതിർത്ത് നിന്നേലേ പറ്റത്തുള്ളൂ. നമ്മൾ ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നത്. ഇന്നാൾ ഒരാൾ പറഞ്ഞതിൻ്റെ കൂട്ട്, നമ്മൾ ഈ പൈശാചിക ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിനക്കൊരു ഉപദ്രവവും ചെയ്യത്തില്ല, നീ എനിക്ക് ഒരു ഉപദ്രവവും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ല, അങ്ങനെയൊന്നും പറ്റില്ല. അലസമായ, വിശുദ്ധിയില്ലാത്ത, ഗൗരവമില്ലാത്ത ആത്മീക ജീവിതത്തിന് നമ്മൾ വില കൊടുക്കേണ്ടി വരും. അന്നേരം നമുക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നും. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ആ ദിവസങ്ങൾ പതിർപോലെ നമ്മളെ പാറ്റിക്കളയുന്ന അനുഭവങ്ങളിലേക്ക് നമ്മൾ എത്തും. അപ്പം ആ ദിവസങ്ങളെ നമ്മൾ നേരിടുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടുന്നത്? വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്കോസ് വിശേഷങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ബലവാനായ മനുഷ്യൻ അവൻ സർവായുധവർഗം ധരിച്ചുകൊണ്ട് അവൻ്റെ അരമന കാക്കുമ്പോൾ അവൻ ഉറപ്പോടെ ഇരിക്കുന്നു. എങ്കിലും അവനിലും ബലവാനായ മറ്റൊരുത്തൻ വന്ന് അവൻ്റെ സർവായുധവർഗം പിടിച്ചു വാങ്ങി അവൻ്റെ അരമന കൊള്ളയിടുന്നു.
അതായത് സർവായുധവർഗം നഷ്ടപ്പെട്ടാൽ നമ്മൾ കൊള്ളയാകും, നമ്മുടെ കുടുംബം കൊള്ളയാകും, ആത്മീക മൂല്യങ്ങൾ കൊള്ളയാകും. അതുകൊണ്ട് വിശുദ്ധിയിലും ദൈവകൃപയിലും നമ്മൾ ഇതിനെ തിരിച്ചറിയും. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയും. ഇന്ന് ദുർദിവസങ്ങളും പൈശാചിക ശക്തികളും എന്നുള്ള ഒരു വിഷയത്തിൻ്റെ ഇൻട്രോഡക്ടറി പാർട്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഒരു കാര്യം. അപ്പോൾ വളരെ വേഗത്തിൽ പറഞ്ഞിട്ട് അതൊന്ന് നിർത്തുകയാണ്. ദുർദിവസങ്ങളിൽ എതിർത്ത് നിൽക്കുക, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുക. ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല നമുക്ക് എന്നാണ് പൗലോസ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ദുർദിവസത്തിൽ ഉറച്ചു നിൽക്കണം. അതായത് ഞാൻ ഉറച്ചു നിന്നതുകൊണ്ട് നിങ്ങൾ ആരും രക്ഷപ്പെടില്ല, നിങ്ങളാരും ഉറച്ചു നിന്നുകൊണ്ട് ഞാനും രക്ഷപ്പെടില്ല. അതായത് വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ദിവസത്തെ തരണം ചെയ്താലേ പറ്റത്തുള്ളൂ. ഇത് ഒടുവിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഒടുവിൽ കർത്താവിലും ഒടുവിൽ ചെയ്യേണ്ടുന്ന കുറച്ചധികം കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് മാത്രം ഞാനൊന്ന് പറഞ്ഞു വിടാം. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിതബലത്തിലും ശക്തിപ്പെടുക. അടുത്തത് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ കാണുന്നത്, ഒടുവിൽ സഹോദരന്മാരെ, വല്ലാത്ത മനുഷ്യരുടെ കൈകളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ വിടുവിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മറ്റൊന്ന്, ഒടുവിൽ ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ശുദ്ധീകരണത്തിൽ നിങ്ങൾ മുമ്പിലേക്ക് വരണം എന്നുള്ള വാക്യങ്ങളാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ്. ദൈവം നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ ദൈവജന സന്ദേശം അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ദുർദിവസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും ദുർദിവസങ്ങളുണ്ട്. ആ ദുർദിവസങ്ങളെ തരണം ചെയ്യേണ്ടത് എങ്ങനെയാണ്? സർവായുധവർഗം ധരിച്ചുകൊണ്ട് കൃപയിൽ ശക്തിപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോവുക. കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്.